ഹലോ മൈ ഫ്രണ്ട്സ്, ഞാൻ സിൽവി തോമസ്. സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. കുറേ പേർക്ക് ഹെയർ സ്റ്റൈലിൻ്റെ ബേസ് അറിയില്ല. അപ്പം ഞാൻ ഒക്കെ ബേസ് സഹിതം സിമ്പിൾ ഹെയർ സ്റ്റൈലുകൾ ഫ്രണ്ടും ബാക്കും അങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കാൻ പോവാണ്. എനിക്കറിയുന്ന വിധത്തിൽ. നിങ്ങൾക്കിപ്പോൾ ചിലത് അറിയുന്നതായിരിക്കാം, ചിലത് അറിയില്ലായിരിക്കും. അറിയാത്തവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും ബേസും അതുപോലെ സിമ്പിളായിട്ടുള്ളത് അതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ചെയ്തോളൂ. എല്ലാവരും നിങ്ങളുടെയൊക്കെ സഹകരണം എനിക്ക് വേണം. നമ്മളുടെ എല്ലാവരെയും ചാനലാണ്. അതുകൊണ്ട് ഇത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ, അത് നമുക്ക് ബ്രൈഡിന്, പാർട്ടി ഹെയർ സ്റ്റൈല്, റിസപ്ഷൻ ഹെയർ സ്റ്റൈല്, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രണ്ട് സ്റ്റൈൽ കുറേ പേർക്ക് എങ്ങനെ എടുക്കണം എന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തൊന്ന് കാണിച്ചു തരാം. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ മേടിക്കാൻ കിട്ടിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് കുറേശ്ശെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതിൻ്റെ പ്രോഡക്റ്റുകൾ കുറച്ച് വേണമല്ലോ. അത് പിന്നീട് പല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വേണം നമുക്കിവിടെ ഇത് കിട്ടണമെങ്കിൽ. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സഹായമൊക്കെ വേണം കേട്ടോ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇതാണ് നമ്മുടെ ഡമ്മി. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ ഇവിടെ മസ്കറ്റിൽ വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള ഒരു ഹെയറൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ ഞാനിന്ന് ഫ്രണ്ട് ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റിസപ്ഷനും പാർട്ടിക്കും ബ്രൈഡിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട് ഹെയർ സ്റ്റൈല്. എനിക്കറിയുന്ന ഹെയർ സ്റ്റൈലുകളാണ് കാണിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സ്ലൈഡ് ഇതാണ്. ഉണ്ടോ, നല്ല സ്ലൈഡാണ്. പക്ഷെ ഇങ്ങനെയാണ് കിട്ടിയേക്കണത്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മാറ്റിയത് കണ്ട. ഇങ്ങനെയാണ് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. നല്ല സ്ലൈഡാണ്. നമ്മൾ സ്ലൈഡ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇവിടെ ഈ കണ്ട, ഇവിടുത്തെ എഡ്ജ് കണ്ട, ഇങ്ങനെ ഈ മുട്ടുള്ളത് മേടിക്കുകയാണെങ്കിൽ മുടിയിൽ കോർത്ത് പിടിക്കില്ല. നമുക്ക് തലയിലൊക്കെ കുത്താൻ സുഖമുള്ള സ്ലൈഡാണ് ഇങ്ങനത്തെ. അത് നമ്മൾ സ്ലൈഡ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം നോക്കി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലൈഡുകൾ. നമ്മളെപ്പോഴും ഒരു ടെയിൽ കോമ്പ് നമുക്കെപ്പോഴും വേണം. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണാടി ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് സ്റ്റൈല് കാണാൻ എന്തായാലും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ സെൻറ്റർ വാച്ചിലെടുത്തു. അതിന് ശേഷം സെൻറ്റർ വാച്ചിലെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേസിന് യോജിച്ച ഹെയർ സ്റ്റൈൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഹെയറിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ബാക്കിലേക്ക് എടുക്കുകയാണ്. കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ചെയ്യി. എന്നിട്ട് അതിനെ നമ്മൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ലേശം ഫ്രണ്ടിലേക്ക് നമ്മൾ തള്ളി കൊടുത്തു. അതിന് ശേഷം നമ്മളിവിടെ സ്ലൈഡ് വെച്ചു. എപ്പോഴും നമ്മൾ സ്ലൈഡ് കുത്തുമ്പോൾ 2 സ്ലൈഡ് വെക്കണം, എന്നാലാണ് അത് ഉറച്ച് നിൽക്കുള്ളൂ. സ്ലൈഡ് ഇപ്പുറത്തേക്ക് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും കുത്തണം കേട്ടോ, തിരിച്ചും കുത്തണം. ഇത് കണ്ടോ, അപ്പോൾ അത് ഉറച്ചു. ഇനി അതുപോലെ അടുത്തത് എടുക്കാം. അതും എടുത്തു. ഇതുപോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. 1-2 ട്വിസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതിന് ശേഷം നമ്മളതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ സ്ലൈഡ് കുത്തണം. ഇനി നെക്സ്റ്റ് എടുത്തു. 3 പീസ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഒക്കെ ഈ പറഞ്ഞതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെയാണ് നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തള്ളി കൊടുത്തേണ്ടത്. ഇനി കവളൊക്കെ ഒട്ടിയിരിക്കുന്നതാണെങ്കിൽ അവർക്ക് ഒന്ന് ഈ 3 തള്ളി കൊടുക്കാം, ഒന്ന് ഫ്രണ്ടിലേക്ക് കേട്ടോ. അതൊക്കെ നമ്മൾക്ക് ആ ഫേസിൻ്റെ
ഭംഗി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് തള്ളി കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡ് ഫിനിഷായി. ഇത് ഇത്രയും മതി. ഞാൻ ഇതിൽ സ്പ്രേയോ മറ്റൊന്നും അടിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ അടിക്കുന്നു. ഇപ്പോൾ സ്പ്രേ ഒക്കെ അടിച്ചത് വരുമ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും മേടിച്ചത് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഹെയർ സ്റ്റൈലുകൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഭാഗം ഇപ്പുറത്ത് നിന്ന് നമ്മളെടുക്കുക. ഒരു പീസ് നമ്മളെടുത്തു. ഇപ്പുറത്ത് നമ്മൾ 3 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗം 3 പീസാണ്. ഇതെടുത്തു. ഈ ഹെയർ നമ്മൾ ബാക്കിലേക്കാണ് നമ്മൾ ചീകിയേക്കുന്നത് കേട്ടോ. ബാക്കിലേക്ക് ചീകിയിട്ട് 1 2 വട്ടം ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളി കൊടുക്കുകയാണ്. കണ്ടോ? ഫ്രണ്ടിലേക്ക് തള്ളി കൊടുത്തു. നമ്മൾ സ്ലൈഡ് കുത്തണം. സ്ലൈഡ് കുത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് 2 സ്ലൈഡ് വേണം എന്തായാലും. ഞാൻ വലിയ സ്ലൈഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ സ്ലൈഡുകളാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനത്തേനൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ സ്ലൈഡൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഉറയ്ക്കും എന്നാണെങ്കിൽ നമുക്ക് കുത്തി കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ 3 പീസല്ലേ എടുത്തത്, ഇനി ഒരു പീസും കൂടി ഉണ്ട്. ഇനി അടുത്ത പീസ് എടുത്തു. അതും ഇതുപോലെ 1 2 വട്ടം ഒന്ന് തിരിച്ചു. ഇനി മൂന്നാമത്തെ എടുത്തു. അതും ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. പിന്നെ ഫ്രണ്ടിലേക്ക് തള്ളി കൊടുക്കുന്നത് നമ്മളുടെ ഇഷ്ടം, അവരുടെ ഫേസിൻ്റെ നോക്കിയിട്ട് നമുക്ക് തള്ളി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ സ്ലൈഡുകൾ ഓരോ ഇതിനും 2 എണ്ണം വെച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫ്രണ്ട് സ്റ്റൈല്. ചുട്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഇടാം കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറായോ? അപ്പോൾ ഇതാണ് ഒരു സ്റ്റൈല്. അതിപ്പുറത്ത് 3 പീസ് എടുത്തു, ഇപ്പുറത്ത് 3 പീസ് എടുത്തു. നമുക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് തള്ളി കൊടുത്തേണു ഫ്രണ്ടിലേക്ക്. ഇതൊരു സ്റ്റൈലാണ്. ഇതിപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡോ ഹിന്ദു ബ്രൈഡ് ഏത് ബ്രൈഡിനും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പാർട്ടി, റിസപ്ഷൻ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ഈസി മെത്തേഡുള്ള ഹെയർ സ്റ്റൈലാണിത്. ഓക്കെ. അപ്പോൾ അതിൽ ബാക്കിൽ കുറേ സ്ലൈഡുകൾ കണ്ടു നമ്മൾ. ഇതിപ്പോൾ ഫ്രണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ബാക്കിൽ നമ്മൾ വേറെ സ്റ്റൈൽ എടുക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് സ്റ്റൈൽ എടുക്കുമ്പോൾ എപ്പോഴും ഉറപ്പിക്കണം, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ ലൂസായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാനിനി ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്നിടവിട്ടിട്ടോ അല്ലെങ്കിൽ എന്നും ഡെയിലിയോ ഞാൻ ഓരോ ഹെയർ സ്റ്റൈൽ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ.